ലൈലത്തുൽ ബറാ, അതായത് വർഷത ഹർഷരാത്രി, ബറാഅത്തിൻ്റെ രാത്രി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ രാത്രിയിൽ നമുക്ക് 5 വിശേഷണങ്ങളെ നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കൽബ് ഗോത്രക്കാർക്ക് എത്ര ആടുകളുണ്ട്, സുബ്ഹാനല്ലാഹ്. ആ ഒരാടിന് എത്ര രോമങ്ങളാണ് ഉണ്ടാവുക. ആ കൽബ് ഗോത്രക്കാരുടെ ഒരാടിൻ്റെ രോമം എത്രയാണോ അത്ര രോമത്തിൻ്റെ അത്ര, മുടിൻ്റെ അത്ര തെറ്റ് ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലൈലത്തുൽ ബറാഅത്തിൻ്റെ രാത്രി അള്ളാഹു അവൻക്ക് മാപ്പ് കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ലൈലത്തുൽ ബറാഅത്തിൻ്റെ 5 വിശേഷണങ്ങളെ വിശദീകരിച്ച് പറയുന്നു. 1, തഫ്രീഖു കുല്ലി അംരിൻ ഫീഹാ. ഒരു വർഷത്തിൽ ഈ ബറാഅത്ത് മുതൽ അടുത്ത ബറാഅത്ത് വരെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഹൈറും ഷർറും സംഭവിക്കാൻ പോകുന്ന എല്ലാ ഓരോ കാര്യങ്ങളും അല്ലാഹു തആല തീരുമാനിക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ബറാഅത്തിൻ്റെ രാത്രി. 2, ഫളീലത്തുൽ ഇബാദത്തി ഫീഹാ. രണ്ടാമത്തത്, ഈ ബറാഅത്തിൻ്റെ രാത്രിയിൽ ഇബാദത്തുകൾക്ക്, എല്ലാ സൽക്കർമ്മങ്ങൾക്ക് നല്ല ഫലമുള്ള രാത്രിയാണ് ഇന്നത്തെ രാത്രി. മാത്രമല്ല, അന്നത്തെ രാത്രി നമുക്ക് 3 യാസീൻ ഓതുകയും ദുഹാൻ സൂറത്തൊക്കെ ഓതാൻ പ്രത്യേകം സുന്നത്തുള്ള രാത്രിയാണ്. 1-ാമത്തെ യാസീൻ നമുക്കും നമ്മുടെ കുടുംബക്കാർക്കും അയൽവാസികൾക്കും ദീർഘായുസിന് വേണ്ടിയാണ് 1-ാമത്തെ യാസീൻ ഓതുക. 2-ാമത്തെ യാസീൻ അത് നമുക്ക് റിസ്ക് വിശാലമായി ലഭിക്കാൻ. ഒരുപാട് അഹ്ലുകാർ ഈ ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ കടങ്ങളെ കൊണ്ടും വീടിൻ്റെ പണി നടക്കാതെ, അതുപോലെ രോഗങ്ങളെ കൊണ്ടും ഭക്ഷണമില്ലായ്മയെ കൊണ്ടും ജോലിയില്ലായ്മയെ കൊണ്ടും ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? അത് ഇന്നത്തെ രാത്രികളിൽ നാം ഇതുപോലെയുള്ള നല്ല നല്ല രാത്രികളിൽ ഇബാദത്ത് ചെയ്യാത്തതിൻ്റെ ഫലമാണ്. അപ്പോൾ 2-ാമത്തെ യാസീൻ നാം ഓതേണ്ടത് നമ്മുടെ റിസ്കുകൾ, ഒരു കൊല്ലത്തിൽ നല്ല ഹൈറായ ജീവിതം ലഭിക്കാൻ വേണ്ടി, നല്ല റിസ്ക് അള്ളാഹു നമുക്ക് നൽകാൻ വേണ്ടിയാണ് നാം 2-ാമത്തെ യാസീൻ ഓതുന്നത്. 3-ാമത്തെ യാസീൻ ഓതുന്നത് അത് അല്ലാഹു തആല നാം മരിക്കുന്ന സമയത്ത് നമ്മുടെ ആഖിബത്ത്, ഈമാൻ അത് രക്ഷപ്പെടുത്താൻ വേണ്ടി, ഈമാനോട് കൂടി ആഖിബത്ത് നന്നായി മരിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളും നമ്മുടെ കുടുംബക്കാരും ഒരുപാട് കാലം മുസ്ലിമായി ജീവിച്ച് അവസാനം ഈമാനില്ലാതെ ചത്തുപോകുന്നതിനേക്കാൾ ആഖിബത്ത് നന്നായി ഈമാനോട് കൂടി മരിക്കലാണ്. അതിനു വേണ്ടിയാണ് നാം 3-ാമത്തെ യാസീൻ ബറാഅത്തിൻ്റെ രാത്രി ഓതുന്നത്. 3-ാമത്തെ കാര്യം നുസൂലുർ റഹ്മ. ഈ ലൈലത്തുൽ ബറാഅത്തിൻ്റെ രാത്രിയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. അന്നത്തെ രാത്രി നമുക്ക് അള്ളാഹു ധാരാളം നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ അമലുകളും നമ്മുടെ നിയ്യത്തുകളെല്ലാം അള്ളാഹു തആല തൃപ്തിപ്പെട്ട് നമുക്ക് ഒരുപാട് റഹ്മത്തുകൾ അള്ളാഹു തആല ഇറക്കുന്ന ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5-ാമതായി ജനങ്ങൾക്ക് ഷഫാഅത്തിന് അധികാരം നൽകുന്ന രാത്രിയാണ് ലൈലത്തുൽ ബറാഅ. ഇങ്ങനെ 5 വിശേഷങ്ങൾ ഈ രാത്രിക്കുണ്ട്. നല്ല നല്ല രാത്രികളെല്ലാം വരുമ്പോൾ എല്ലാ രാത്രികളിലും യാസീൻ ഓതുകയും മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും, നമ്മിൽ നിന്നും നമ്മുടെ കുടുംബക്കാരിൽ നിന്ന് മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യുക, നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുക, തസ്ബീഹ് നിസ്കാരങ്ങൾ തുടങ്ങിയ സുന്നത്ത് നിസ്കാരങ്ങൾ നല്ല നല്ല ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ ഇബാദത്തും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ആഖിബത്ത് ഈമാൻ അത് അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 4-ാമത്തത് ഉസൂലുൽ മഗ്ഫിറ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അന്നത്തെ രാത്രി നാം അള്ളാഹുവിനോട് എതിരായി പ്രവർത്തിച്ച കുറ്റങ്ങളുണ്ടല്ലോ, നാം ചെയ്ത തെറ്റുകൾ, അത് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ
തെറ്റുകളെല്ലാം അന്ന് നാം അള്ളാഹുവിനോട് തൗബ ചെയ്ത് ദുആ ചെയ്യുമ്പോൾ, യാസീൻ ഓതി ദുആ ചെയ്യുമ്പോൾ, ഖുർആൻ ഓതി ദുആ ചെയ്യുമ്പോൾ, നന്മ ചെയ്ത് ദുആ ചെയ്യുമ്പോൾ അന്നത്തെ രാത്രി നമ്മുടെ തെറ്റുകൾ അള്ളാഹു മാപ്പ് ചെയ്യുന്ന രാത്രിയാണ്. അത് നമ്മുടെ സുഹൃത്തുക്കളോട്, അയൽവാസികളോട്, ഫ്രണ്ടുകളോട്, നമ്മുടെ സഹോദരന്മാരോട്, അവരോട് നാം ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരുടെ മനസ്സ് നാം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് കാര്യമില്ല. നാം നമ്മുടെ അയൽവാസികളെയോ, നമ്മുടെ സഹോദരന്മാരെയോ, നമ്മുടെ കുടുംബക്കാരെയോ, നമ്മുടെ കൂട്ടുകാരെയോ, വീട്ടുകാരെയോ, അല്ലെങ്കിൽ ഉസ്താദന്മാരെയോ, ബാപ്പമ്മയെയോ, ഭാര്യ മക്കളെ ആരെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് നേരിട്ട് നീ എനിക്ക് മാപ്പ് ചെയ്യണം, ഞാൻ നിന്നെ നിന്റെ മനസ്സ് വേദനിപ്പിച്ചവനാണ്, നിന്നെ കളിയാക്കിയവനാണ് എന്ന് പറഞ്ഞ് അവനോട് പോയി മാപ്പ് ചോദിച്ചാലേ അന്നത്തെ രാത്രി ആയാലും നിന്റെ ദോഷങ്ങൾ, തെറ്റുകൾ അല്ലാഹു മാപ്പ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് അന്നത്തെ രാത്രി നാം എന്തെങ്കിലും ഹറാമുകൾ, തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുമ്പോൾ അള്ളാഹു മാപ്പ് നൽകും. അതേപോലെ നാം മറ്റൊരാളെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റൊരാളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അവനെ വിളിച്ച് മാപ്പ് ചോദിച്ചാൽ മാത്രമേ അള്ളാഹു മാപ്പ് ചെയ്ത് തരുകയുള്ളൂ.